അങ്ങനെ കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്കും വോട്ടെടുപ്പ് പൂർത്തിയാകും. പിന്നെ കുറച്ച് ദിവസം ആര് ജയിക്കും ആര് തോൽക്കും എന്ന വിഷയത്തെക്കുറിച്ച് കണക്ക് കൂട്ടി മുന്നണികൾക്കും പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അവരുടെ അനുഭാവികൾക്കും സമയം കൊല്ലാം. വല്ലവർക്കും വാത് വയ്ക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഇന്ന സ്ഥാനാർത്ഥി ജയിച്ചാൽ ഞാൻ മീശ പഠിക്കും, മറ്റയാൾ ജയിച്ചാൽ താടി പഠിക്കും, അതല്ലെങ്കിൽ തല മുണ്ടനം ചെയ്യും, ജയിച്ചവൻ തോറ്റവന് കള്ളു മേടിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പല വാത് വയ്ക്കാനുള്ള സമയമാണ്. ഇപ്പം അങ്ങനെ വാശിയിൽ ഇത് വാത് വെപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വടക്കേക്കര മണ്ഡലത്തിൽ അങ്ങനെ പതിവില്ല. അവിടെ സ്ഥിരം മാർക്സിസ്റ്റുകാർ ജയിക്കുന്നതുകൊണ്ട് വാത് വയ്ക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. തൊട്ടടുത്തുള്ള അങ്കമാലി മണ്ഡലത്തിലാണ് ഇതുപോലുള്ള വമ്പിച്ച വാതുവെപ്പുകളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ അങ്കമാലിയിലുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ഈ സമയത്തിന് മുമ്പ് കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിലുണ്ടായ ചില സംഭവങ്ങൾ, പ്രത്യേകിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് രേവന്ത് റെഡ്ഡിയോ അല്ലെങ്കിൽ സിദ്ധരാമയ്യയോ, അതുമല്ലെങ്കിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയോ രാജസ്ഥാൻ മുഖ്യമന്ത്രിയോ ഒന്നും ഇവിടെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകളെ കണ്ടാലൊന്നും ഇവിടുത്തെ ആളുകൾ ഇളകുകയില്ല, അനങ്ങുകയില്ല, വോട്ട് ചെയ്യുകയുമില്ല. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ സാന്നിധ്യം ഒരു വലിയ ഉത്തേജനമായിരുന്നു. അതേ സമയത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ചില തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. 2011 തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗ് തോപ്പുംപടിയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ കസേരകളല്ലാതെ കേൾവിക്കാരും ഉണ്ടായിരുന്നില്ല, മൈക്ക് ഓപ്പറേറ്ററും ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു, മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇനി മൻമോഹൻ സിംഗ് പ്രസംഗിച്ചുകൊണ്ട് മാത്രം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റുപോയോ? അതുമില്ല. കോൺഗ്രസ് ആ മണ്ഡലത്തിൽ ജയിച്ചു. കാരണം സ്ഥാനാർത്ഥിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം നമ്മുടെ വോട്ട് കൈപ്പത്തിക്കാണ്. മൻമോഹൻ സിംഗ് വന്നാലും വന്നില്ലെങ്കിലും ഒരു വ്യത്യാസമില്ല. സോണിയാഗാന്ധി വന്നാലും തടയുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകളെ അവതരിപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യവും നമ്മുടെ കേരളത്തിലില്ല. എന്നാലും ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരപ്പെട്ട ഒരാളാണ് രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി തന്നെ സമീപകാലത്ത് കോൺഗ്രസ്സിൽ ചേർന്ന ആളാണ്. പുള്ളി നേരത്തെ ABVP-കാരനായിരുന്നു, പിന്നെ BJP-കാരനായി. അവിടെ നിന്ന് മോഹഭംഗം വന്നിട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നത്. ഈ മാന്യദേഹം കേരളത്തിൽ വന്ന് സിനിമാ ഡയലോഗിൻ്റെ മാതൃകയിൽ പോ മോനെ വിജയ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്ന ചില കോൺഗ്രസ്സുകാർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക്, ബോധമില്ലാത്തവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നല്ലാതെ സാധാരണക്കാർക്ക് അത് കേൾക്കുമ്പോൾ വിപരീത വികാരമാണ് ഉണ്ടാകുക. ഇത് പുതിയ കാര്യമല്ല, മുമ്പ് അനുഭവത്തിലുണ്ടായിട്ടുള്ളതാണ്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. 1982 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീമാൻ രാജീവ് ഗാന്ധി, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അപ്പൻ, കാൽക്കട്ടയിൽ പോയിട്ട് ഈ ജ്യോതി ബാസുവിന് എത്ര വയസ്സായി, ഇയാൾക്ക് വീട്ടിലിരുന്നൂടെ, ഇനി ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം എന്ന് പ്രസംഗിച്ചു. പരിണതഫലം എന്ന് വെച്ചാൽ ബംഗാളിലെ ജനങ്ങൾ കൂടിയ ഭൂരിപക്ഷത്തോടെ LDFനെ വിജയിപ്പിച്ചു. അങ്ങനെയുണ്ടായത്, വിപരീത ഫലം ഉണ്ടായി. ഇപ്പോൾ കേരളത്തിൽ തന്നെ പണ്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് VS അച്യുതാനന്ദന് ഇത്ര പ്രായമായില്ലേ, ഇനി കുടുംബത്തിരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോഴും ഏതാണ്ട് ഇതേ രീതിയിലുള്ള വികാരമുണ്ടായി. ഈ പുറമേ നിന്ന് വരുന്ന നേതാക്കന്മാർ ഇവിടെയുള്ള നേതാക്കന്മാരെ പരിഹസിച്ചാൽ അത് വിപരീത ഫലമേ ഉണ്ടാകുള്ളൂ. ഇവിടെയുള്ള ആളുകൾക്ക് പറയാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പറയാം, എടോ വിജയ എന്നൊക്കെ വിളിക്കാം. പക്ഷേ പുറമേ നിന്ന് വന്നൊരാൾ എടോ വിജയ എന്നൊക്കെ വിളിച്ചാൽ ഈ പിണറായി വിജയനോട് യാതൊരു ബഹുമില്ലാത്ത എനിക്ക് പോലും അത് കേൾക്കുമ്പോൾ നീരസമാണ് ഉണ്ടാവുക. ആർക്കും അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നില്ല. ഈ രേവന്ത് റെഡ്ഡി ഒരു മിടുക്കനാണ് എന്ന് തോന്നുകയില്ല. പിന്നെ പിണറായി സഖാബ് അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ ഡാഷ് മോനെ രേവന്ത് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. പുള്ളിയിൽ നമുക്ക് അതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. തുല്യ നിലയിലുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്നുള്ള പരിഗണനയൊന്നും പിണറായി വിജയൻ കൊടുക്കുകയില്ല. കാരണം പുള്ളിക്ക് സമനായിട്ട് ലോകത്ത് തന്നെ ഒരാളെയും കണ്ടിട്ടില്ല. പിന്നെയാണ് തെലങ്കാന മുഖ്യമന്ത്രി. ഇതിനേക്കാളും എനിക്ക് രേവന്ത് റെഡ്ഡിയുടെ ഒരു വലിയ തമാശയായിട്ട് തോന്നിയത് നമ്മുടെ അബ്ദുറഹ്മാനെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികളാണ്. 6ാമത്തെ ഗ്യാരണ്ടി, 1 തൊട്ട് 5 വരെ എന്താണെന്ന് എനിക്കറിയില്ല. 6ാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മെസ്സിയെയും റൊണാൾഡോയെയും പുള്ളി ഒരു കൊല്ലത്തിനകത്ത് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ്. എന്തിനാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? പുള്ളിക്ക് അവരെ ഹൈദരാബാദിൽ കൊണ്ട് കളിപ്പിച്ചുകൂടെ? ഇനി മെസ്സിയെ കൊണ്ടുവരാൻ
ആണെങ്കിൽ നമ്മളെന്തിനാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? നമുക്ക് തെലങ്കാനയിൽ പോയി വോട്ട് ചെയ്താൽ പോരെ? അതിൻ്റെ വല്ല ആവശ്യമുണ്ട്? കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരാൻ, എംബാപ്പയെ കൊണ്ടുവരാൻ, റൊണാൾഡോയെ കൊണ്ടുവരാൻ മലയാളികൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കല്ലേ വോട്ട് ചെയ്യണ്ടേ? അതുകൊണ്ട് തെലങ്കാനയിൽ നിന്ന് വന്ന റെഡ്ഡിയാണോ ഇവിടെ മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നത്? എന്തൊക്കെ കോപ്രായങ്ങളാണ്! ഇയാൾ ആരാണെന്ന് അയാളുടെ വിചാരം? ഇത് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രേവന്ത് റെഡ്ഡിയെ പോലുള്ള ഉരുപ്പടികളുണ്ടെങ്കിൽ അതാത് സംസ്ഥാനത്ത് പാർട്ടിയുടെ ആരും വലിയ കഷ്ടത്തിലും 10 കൊല്ലം ഭരിച്ച TRS ഗവൺമെൻറ്റിനോടുള്ള ഒരു വിപ്രതിപത്തി കൊണ്ടാണ് ആളുകൾ ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതിൻ്റെ ഉപദ്രവം തെലങ്കാനയിലുള്ളൊരു സഹിച്ചാൽ പോരെ? എന്തിന് ഇതുപോലുള്ള ഉരുപ്പടികൾ കേരളത്തിൽ വന്ന് ഇവിടുത്തെ അന്തരീക്ഷം മലീമസമാക്കുന്നത്? അല്ലെങ്കിൽ പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇതുകൊണ്ടൊക്കെ വല്ല പ്രയോജനമുണ്ടോ? ഇവരോടൊക്കെ അവിടെ തന്നെ തുടർന്നാൽ പോരെ? ആ സമയത്ത് വല്ല ചാണ്ടി ഉമ്മനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ റോഡ് ഷോ നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു സിമ്പതി തോന്നും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണോ ഈ സൈക്കിളിൽ ഓട്ടി പോകുന്നത്, അല്ലെങ്കിൽ പദയാത്ര നടത്തുന്നതെന്നൊക്കെ തോന്നും. അല്ലാതെ ഇതുപോലുള്ള കെട്ടുകാഴ്ചകളൊക്കെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ഒരു കാര്യത്തിൽ ഈ VD സതീശനോട് പണ്ട് തൊട്ടൊരു ബഹുമാനമുണ്ട്. പുള്ളി പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ ഈ ദേശീയ നേതാക്കളെയോ പ്രാദേശിക നേതാക്കളെയോ സംസ്ഥാന നേതാക്കന്മാർ ഒറ്റണത്തിന് കാലെടുത്ത് വിട്ടോ സമ്മതിക്കില്ല. 2011 നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അന്ന് പന്നിയൻ രവീന്ദ്രനാണ് പറവൂർ സ്ഥാനാർത്ഥി. VD സതീശന് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ട് ഒരേ ഒരു നേതാവാണ് പറവൂർ വന്നത്. അത് AK ആൻ്റണിയായിരുന്നു. ആൻ്റണി തന്നെ 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് സ്റ്റാൻഡ് വിട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ആവശ്യമുള്ളൂ. PD സതീശനെ പറവൂർക്കാർക്കറിയാം, പറവൂർക്കാരെ VD സതീശനും അറിയാം. പിന്നെ പുറമേ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യമുള്ളത്? സിദ്ധരാമയ്യ വന്ന് പ്രസംഗിച്ചാൽ പറവൂരെ വോട്ടർമാർക്ക് സതീശനെക്കുറിച്ചുള്ള ബഹുമാനം കൂടുമോ? അതല്ല, ഇനി ദിഗ്വിജയ് സിംഗ് വന്ന് പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? രാഹുൽ ഗാന്ധി പ്രസംഗിച്ചാൽ കിട്ടുമോ? ഒരു വിശേഷവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇനി അവർക്ക് പ്രസംഗിച്ചേ തീരുമെന്നാണെങ്കിൽ വല്ല രാജേന്ദ്ര മൈതാനത്തോ പുത്തരിക്കണ്ട മൈതാനത്തൊക്കെ ഒരു സ്റ്റേജ് ഇട്ട് കൊടുത്ത് അവരെ കൊണ്ട് കുറച്ച് പ്രസംഗം നടത്തിച്ചിട്ട് പറഞ്ഞു വിടുക, അത്രേ വേണ്ടൂ. അല്ലാണ്ട് ഈ ഗ്രാമാന്തരങ്ങളിലൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള കെട്ടുകാഴ്ചകൾ പ്രസംഗിച്ചാൽ വിപരീത ഫലമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അവർ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് നടക്കട്ടെ. ജനങ്ങൾ അവരുടെ രാജാധികാരം ഫലപ്രദമായിട്ട് വിനിയോഗിക്കട്ടെ. കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി ജയിക്കട്ടെ. തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കൃത്രിമമൊന്നും നടക്കാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.